ഹലോ ഗുഡ് ഈവനിങ് മക്കളെ. അപ്പോൾ ഞങ്ങൾ എവിടെ പോയിട്ടാണ് നിൽക്കണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണമല്ലേ. ഇതാണ് ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഇതെവിടെയാണെന്ന് വെച്ചാൽ മയൂർ വിഹാർ ഫേസ് 1 കേട്ടോ. നമ്മുടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൽ വന്ന പോലെ തന്നെ തോന്നുള്ളൂ കേട്ടോ. ഇവിടെ എവിടെയും കാണാത്ത ഒന്നാണ് കേട്ടോ മുല്ലപ്പൂവ്. അതിവിടെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5:45 ഇറങ്ങിയതാണ് കേട്ടോ. അവിടുന്ന് മെട്രോയിൽ എന്തായാലും ഒരു 1 hour ട്രാവൽ ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയില്ല, ഗുരുവായൂർ പോകാൻ പറ്റിയില്ലെന്ന് വിഷമമൊന്നും വേണ്ട, ഇങ്ങോട്ടേക്ക് വന്നാൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം റെഡിയായി ഞങ്ങളുടെ ക്വാർട്ടറിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളിത് അവിടെ സെൽഫിയൊക്കെ എടുക്കുന്നതിനിടയിൽ ഒരാളിതാ ബാഗൊക്കെ ഇട്ട് നേരത്തെ പോയി തുടങ്ങിയിട്ടോ. രാവിലെ തുടങ്ങിയതാ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് കരച്ചിൽ. 2 ദിവസത്തെ മഴ കഴിഞ്ഞപ്പോഴേക്കും ചൂടിനൊരു കുറവില്ല കേട്ടോ. എന്നാലും നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴും നല്ല ചൂടാണ്. എല്ലാവരും നന്നായിട്ട് വിയർത്തൊഴുകയാണ്. നോക്കി ഒരാൾ പോയി കഴിഞ്ഞിട്ടോ. എന്നാലും നമ്മൾ റെഡിയൊക്കെ ആയതല്ലേ. ഏട്ടൻ്റെ വക ഒരു സെൽഫി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്രയായി. ഇവിടെ നമ്മൾ ഒരു റിക്ഷ പിടിച്ചിട്ട് മെട്രോയിലേക്ക് പോയി. ഈ മെട്രോയിൽ നിന്നാണ് നമ്മൾ മയൂർ വിഹാർ ഫേസ് 1 ഇറങ്ങിയത്. അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദീപാരാധന നടക്കുമായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ. ആ വിളക്ക് കത്തിച്ചു വെച്ചതും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതും ഒക്കെ മനോഹരമായിരുന്നു. അമ്പലത്തിന് ചെന്നോടനെ മോള് വാഴയ്ക്കപ്പം വേണമെന്ന് പറഞ്ഞത് പഴംപൊഴി വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. രാവിലെ എപ്പോഴും വെറുതെ പറഞ്ഞതാ, പക്ഷെ ഇവളിങ്ങനെ കരയുക. സംഭവം നമ്മുടെ നാട്ടിൽ പഴംപൊരി ഇവിടെ കിട്ടാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. കൂടുതലും മയൂർ വിഹാർ ഫേസിൽ എപ്പോഴും മലയാളികൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യം ക്യാൻറ്റീനാണ്. കാരണം നമുക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മുല്ലപ്പൂവിന് ഭയങ്കര ആഗ്രഹം ഒരാൾക്ക്. എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂ വാങ്ങാൻ വിചാരിച്ചപ്പോൾ മുടിയില്ലാത്ത ആൾക്ക് പൂ വേണം അത്ര. പിന്നെ എൻ്റെ കയ്യിലെ സ്ലൈഡ് ഉപയോഗിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ തലയിൽ ഒപ്പിച്ച് വെച്ചു. പക്ഷേ അവൾ വീടെത്തുന്നത് വരെ അത് സൂക്ഷിച്ചു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ക്യാൻറ്റീൻ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ഇഡ്ഡലി, സാമ്പാർ, ചട്നി നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ പല ഭാഗത്ത് പോയി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരുവിധം നമുക്ക് നമ്മുടെ ഇഡ്ഡലിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു 3-4 പഴംപൊരി വാങ്ങേണ്ടി വന്നു കേട്ടോ. വാവയ്ക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാവ 1-1.5 പഴംപൊരി കഴിച്ചപ്പോഴത്തേക്ക് തന്നെ വേറെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇഡ്ഡലി കഴിച്ചു. 2 ഇഡ്ഡലി, സാമ്പാർ, ചട്നി 35 രൂപ ഉള്ളൂ കേട്ടോ. നമ്മൾ മൊത്തം ഒരു 3 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഉള്ളിവട, 4 പഴംപൊരിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും എല്ലാവരും വേറെ ഫുള്ളായി. പിന്നെ 2 ചായ കൂടെ കുടിച്ചപ്പോഴത്തേക്ക് സെറ്റ്. വിചാരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോന്നല്ലേ. എന്താ പറയുക, അതിനകത്ത് നല്ല റഷായിരുന്നു. എല്ലാവർക്കും ദോശ കഴിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനാ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ, ചൂട് സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ചൂടിൽ ഇങ്ങനെ തളരുക. പിന്നെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു കണക്കിന് നന്നായി. അകത്ത് ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ തിക്കും തിരക്കും കൂടിയേനെ. ഇവിടെ ബനാന കിട്ടത്തില്ല എന്നുള്ളൊരു നഗ്നസത്യം നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയെങ്കിലുമൊക്കെ മലയാളികളുള്ളിടത്ത് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ് കേട്ടോ ബനാന. അതുകൊണ്ടാണ് കേട്ടോ ബനാന കാണുമ്പോൾ അല്ലെങ്കിൽ പഴംപൊരി കാണുമ്പോൾ ഇത്ര ആക്രാന്തം. അതുവരെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഒരു കാലത്ത്, പക്ഷേ ഇപ്പോൾ ആണെങ്കിലോ നല്ല മണമുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറച്ച് എല്ലാ പൂജകളൊക്കെ കഴിഞ്ഞു. അമ്പലം അടയ്ക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോൾ നിന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി, അമ്പലം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പറ്റി. അതിന് അങ്ങോട്ടേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും ടെമ്പിൾ ക്ലോസ് ചെയ്തു. നമ്മളൊരു 8:45 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മെട്രോയിലേക്ക് എത്തിയപ്പോൾ 9 മണിയായി. പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.